1000 സതീശന് പിണറായി പറയുന്നത് MP നികേഷ് കുമാറാണ്. MP രാഘവന്റെ മകനായ മാധ്യമപ്രവർത്തകനായ ഇപ്പോൾ മാധ്യമ ജീവിതമൊക്കെ അവസാനിപ്പിച്ച് സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി നികേഷ് കുമാർ. പക്ഷേ നികേഷ് കുമാറിനോട് പലരും ചോദിക്കുന്നത്, ഇങ്ങനെ പിണറായിയെ പൊഴുത്തി പറയാൻ നിങ്ങൾക്ക് നാണമില്ലേ? സ്വന്തം അച്ഛനെ കൊന്ന പാർട്ടിക്കാരോടൊപ്പം നിന്ന് അവരെ ഇങ്ങനെ വല്ലാണ്ട് പൊഴുത്താൻ ലേശം ഉളുപ്പ് വേണ്ടേ എന്നാണ്. ആ ചോദ്യം ശരിയല്ലേ മാഷേ? വ്യക്തിപരമായിട്ട് ആ ചോദ്യം വളരെ പ്രസക്തമാണെങ്കിലും രാഷ്ട്രീയമായിട്ട് അതിൻ്റെ പ്രസക്തി വളരെ കുറവാണ്. കാരണം ഞങ്ങളെല്ലാം ഈ MVRനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി അദ്ദേഹത്തിനെതിരെ വളരെ രൂക്ഷമായിട്ടുള്ള രീതിയിലും ക്രൂരമായിട്ടുള്ള രീതിയിലും പാർട്ടി പ്രവർത്തിക്കുന്ന സമയത്ത് MVRനെ വേണ്ടി വാദിക്കുകയും അത് പാർട്ടിയുടെ ജനവിരുദ്ധവും അതേപോലെ തന്നെ ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനമാണ് എന്ന് വളരെ ശക്തമായിട്ട് പറയുകയൊക്കെ ചെയ്തതാണ്. അന്ന് പാപ്പിനിശ്ശേരിയിലെ പാമ്പ് വളർത്ത കേന്ദ്രം അത് തീയിട്ടു. ഇവരുടെ വീട് ആക്രമിക്കാണ്ട് ശ്രമിച്ച് പാർട്ടിയിൽ നിന്ന് പുറത്തു പോകുന്ന എല്ലാ ആളുകൾക്കും അനുഭവിക്കേണ്ടി വന്ന ഒരു അനുഭവമാണ് MVRനും അനുഭവിക്കേണ്ടി വന്നത്. പക്ഷേ MVR അതിനോട് വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ പ്രതിരോധിക്കുകയും ആ പ്രതിരോധത്തിൻ്റെ പുറത്ത് MVR എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവ് കേരളത്തിൽ നിലനിൽക്കുകയും ചെയ്തു. MVR ഉണ്ടാക്കിയ പാർട്ടിയും അതേപോലെ തന്നെ CMB എന്ന് പറയുന്ന പാർട്ടിയും അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. പക്ഷേ കുറേ നാളുകൾക്ക് ശേഷം അവരുടെ കുടുംബത്തിനകത്ത് പ്രശ്നങ്ങളുണ്ടാവുകയും കുടുംബം ഈ വിഷയത്തിൽ ഇടപെടുകയും കുടുംബം രണ്ട് അഭിപ്രായക്കാരുടേതായി മാറുകയും ചെയ്തു. അന്ന് നികേഷ് കുമാർ CPMനൊപ്പം നിൽക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് MVRൻ്റെ അവസാന കാലത്ത് MVR CPMമായിട്ട് സൗഹൃദത്തിലാകുന്നു, അല്ലെങ്കിൽ CPM MVR സൗഹൃദത്തിലാകുകയും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെല്ലുകയും അദ്ദേഹത്തെ ഏറ്റെടുക്കുകയും ചെയ്തു. അപ്പം നമ്മൾക്കതിന് എതിരായിട്ടുള്ള ഒരാളാണ്. കാരണം എന്ന് വെച്ചാൽ അങ്ങനെയല്ല ഒരിക്കലും ഈ രാഷ്ട്രീയ പാർട്ടികൾ പെരുമാറുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. കാരണം അവരോട് നീതിപൂർവമായിട്ടുള്ള പ്രവൃത്തി അവരുടെ ജീവിതകാലത്ത് പാർട്ടി ചെയ്തിട്ടില്ല. MVRനോട് അങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം MVRനെ പുറത്താക്കുന്നതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് ചൂണ്ടിക്കാണിച്ചത് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് MVRനെ കണ്ണൂർ ഓഫീസിൽ വിളിച്ചു വരുത്തി അന്നത്തെ പാർട്ടിയുടെ സെക്രട്ടറി ആയിരുന്നു VS അച്യുതാനന്ദൻ. അവർ രണ്ടുപേരും കൂടി സംസാരിക്കുന്ന സമയത്ത് ഇവർക്ക് ചായ വാങ്ങിക്കൊണ്ടുവന്ന് അവിടുത്തെ പാർട്ടിയുടെ ഓഫീസ് സെക്രട്ടറി കൊടുക്കുന്നുണ്ട്. ആ കൊടുക്കുന്ന സമയത്ത് MVR അത് കഴിക്കുന്നില്ല, VS കഴിക്കും. എന്താ MVR അത് കഴിക്കാത്ത സമയത്ത് ഇതിനകത്ത് വിഷം കലക്കിയിട്ടില്ലെന്ന് ഞാനെങ്ങനെ അറിയും എന്നാണ് MVR VSനോട് ചോദിച്ചത്. ഈ ചോദ്യം തന്നെ അദ്ദേഹത്തെ പുറത്താക്കുന്നതിനുള്ളൊരു കാരണമായിട്ട് പിന്നീട് പാർട്ടി കണ്ടെത്തുകയും അങ്ങനെ പുറത്താക്കൽ കൂടുതൽ ശക്തമായി തീരുകയും ചെയ്തു. അക്കാലത്ത് MVRനെ സഹായിച്ചിട്ടുള്ള മുഴുവൻ ആളുകളെ, അദ്ദേഹത്തിന് ചോറ് കൊടുത്ത ആൾക്കാർ, ചായ കൊടുത്തവർ, വീട്ടിൽ കയറിത്തീർന്ന് വർത്തമാനം പറഞ്ഞ ആളുകൾ ഒക്കെ തന്നെ പാർട്ടിയുടെ ശത്രുക്കളായി മാറിത്തീരുകയാണ് ചെയ്തത്. അങ്ങനത്തെ ഒരു സമീപനമാണ്, വളരെ സെക്ടേറിയനായിട്ടുള്ള ഒരു സമീപനമാണ് CPM അതിൽ നിന്ന് കലഹിച്ചു പോകുന്നവരോട് അക്കാലത്തെല്ലാം എടുത്തിരുന്നത്. ഇപ്പോൾ അതിന് മാറ്റം വന്നിട്ടുണ്ട്. കാരണം ഇപ്പോൾ അങ്ങനത്തെ ഒരു തീവ്രമായിട്ടുള്ള രാഷ്ട്രീയ പക എന്ന് പറയുന്നത് പുലർത്താൻ പറ്റാത്ത തരത്തിലേക്ക് കേരളത്തിൻ്റെ രാഷ്ട്രീയ അന്തരീക്ഷം മാറി. പ്രത്യേകിച്ച് TP ചന്ദ്രശേഖരൻ വധത്തിന് ശേഷം അങ്ങനെ വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ പഴയതുപോലെ ഈ അത്തരത്തിൽ പാർട്ടിയിൽ നിന്ന് പുറത്തു പോകുന്ന ആളുകളെ ആക്രമിക്കാനായിട്ട് CPMന് കഴിയില്ല. കാരണം നമ്മുടെ രാഷ്ട്രീയ കാലാവസ്ഥ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷേ വളരെയധികം പീഡനങ്ങൾ യഥാർത്ഥത്തിൽ CPMൽ നിന്ന് ഏറ്റുവാങ്ങിയ ഒരു നേതാവായിരുന്നു MVR. അതുകൊണ്ടാണ് എല്ലാവരും ചോദിക്കുന്നത്, നികേഷ് കുമാർ ഇപ്പോൾ എടുത്തിരിക്കുന്നതായിട്ടുള്ള നിലപാട് എന്ന് പറയുന്നത് ശരിയോ? അച്ഛനെ ഇത്തരത്തിൽ ക്രൂരമായിട്ട് ആക്രമിച്ച ഒരു പാർട്ടിയിലെ വക്താവായിട്ടും അതിൻ്റെ പ്രവർത്തനമായിട്ട് മാറുന്നത് ശരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വൈകാരികമായിട്ട് ആ ചോദ്യത്തിന് പ്രസക്തിയുണ്ട്. പക്ഷേ രാഷ്ട്രീയം എന്ന് പറയുന്നത് അങ്ങനെയൊക്കെ സംഭവിച്ചാൽ പോലും ഒരാൾക്ക് വേണമെങ്കിൽ അയാളുടെ രാഷ്ട്രീയ വിശ്വാസത്തിനനുസരിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്താം. വളരെ നാളുകൾക്ക് മുമ്പ്, എനിക്ക് തോന്നുന്നു ഒരു 8 കൊല്ലം മുമ്പാണല്ലോ അദ്ദേഹം CPMൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് കണ്ണൂർ മത്സരിക്കുന്നു. അങ്ങനെ മത്സരിച്ച് അന്നും അദ്ദേഹം വിവാദ പുരുഷനായി മാറിയിരുന്നു. കിണറ്റിലിറങ്ങി എന്നൊക്കെ പറഞ്ഞത് അദ്ദേഹത്തിനെതിരെ വന്ന വലിയ പരിഹാസമായിരുന്നു. ശരി. അപ്പോൾ എന്തായാലും ആ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം പരാജയപ്പെട്ടു. ആ തെരഞ്ഞെടുപ്പിൽ അവിടെ തന്നെ മത്സരിക്കണം എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ നിർബന്ധ വിധിയായിരുന്നു. പാർട്ടി അദ്ദേഹത്തിനോട് എറണാകുളം ജില്ലയിൽ തൃപ്പൂണിത്തുറയിൽ മത്സരിക്കാനാണ് അന്ന് ആവശ്യപ്പെട്ടിരുന്നത്. തൃപ്പൂണിത്തുറ മത്സരിച്ചിരുന്ന അയാൾ ജയിക്കുകയും ചെയ്യുമായിരുന്നു അന്ന്. പക്ഷേ അതിന് പകരം ഈ അച്ഛൻ്റെ മണ്ഡലത്തിൽ തന്നെ മത്സരിക്കണം, ജയിക്കണം എന്ന് പറഞ്ഞിട്ടൊരു വൈകാരികത ഒരു വശത്ത് അധികം പുലർത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ രാഷ്ട്രീയമായിട്ട് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒന്നും. എന്തായാലും അവസാന കാലങ്ങളിൽ MVR
പാർട്ടിയുമായിട്ട് അടുപ്പത്തിലാവുകയും പാർട്ടി MBR ഏറ്റെടുക്കുകയും ചെയ്തു എന്നൊക്കെ ഉള്ളത് ചരിത്രമാണ്. അതെല്ലാം ചൂണ്ടിക്കാണിച്ചിട്ട് തന്നെയായിരിക്കാം MBRൻ്റെ ആ രാഷ്ട്രീയം എന്ന് പറയുന്നത്. ആ രാഷ്ട്രീയം തന്നെയാണ് എൻ്റെ രാഷ്ട്രീയം എന്ന നിലയ്ക്ക് നികേഷ് കുമാർ പറയുന്നത്. പക്ഷെ നമ്മൾ പുറത്തു നിന്ന് നോക്കുന്ന സമയത്ത് MBRും പാർട്ടിയും തമ്മിലുള്ള കലഹകാലം പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും പൊറുക്കാനായിട്ട് അദ്ദേഹത്തിൻ്റെ മകന് കഴിയും എന്ന് നമുക്ക് കരുതാൻ പറ്റില്ല. അല്ല, ഇതിലെ ഒരു സംശയം, ഈ 100 സതീശൻ അര പിണറായി മറിയ, ഈ 100 കോഴിക്ക് അര കാട എന്ന് പറയുന്നത് പോലെ 100 സതീശന് അല്ലെങ്കിൽ 1000 സതീശൻ അര പിണറായി, അതൊരു പ്രാസം മാത്രമാണ്, അതിൽ പ്രസക്തമായ അതിൽ കൂടുതലായിട്ടൊന്നും ഉണ്ടെന്ന് എനിക്ക് പിണറായി അത്രയും ഭയങ്കര ശക്തനായ ഒരു നേതാവാണ്, അതുകൊണ്ട് സതീശൻ കൂടുതൽ കളിക്കരുത് എന്നൊരു താക്കീതും കൂടെ അല്ലേ നികേഷ് നൽകുന്നത്? അല്ലെ പ്രസംഗങ്ങൾ അച്ഛനെ ഇത്രമാത്രം ദ്രോഹിച്ച, അച്ഛനെ പാർട്ടിയിൽ ഒന്നുമല്ലാതാക്കി പുറത്താക്കിയ ഒരു പാർട്ടിയെ ഇങ്ങനെ പുഴ്ത്താൻ നികേഷിനെ പോലുള്ളവർക്ക് അത് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി അച്ഛനെ തള്ളിപ്പറഞ്ഞാലും അച്ഛനെ ഇല്ലാതാക്കിയാലും അച്ഛനെ ദ്രോഹിച്ചാലും അതൊന്നും എൻ്റെ വിഷയമല്ല, എനിക്ക് സ്ഥാനമാനങ്ങളാണ് വലുത്. അതാണോ നികേഷ് കുമാർ? അല്ലെ, നികേഷ് കുമാർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനായിട്ട് ഈ 8 കൊല്ലം മുമ്പ് കണ്ണൂർക്ക് വണ്ടി കയറുമ്പോൾ തന്നെ ഈ ചോദ്യം അദ്ദേഹത്തെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് നേരിടേണ്ടി വന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. പക്ഷേ അദ്ദേഹം മനസ്സിനകത്ത് തീരുമാനിച്ചിട്ടുണ്ട് രാഷ്ട്രീയ പ്രവർത്തനമായിട്ട് മാറുക എന്നുള്ളത്. അങ്ങനെ മാറാൻ തീരുകയും ആ മാറ്റത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പാർട്ടി പ്രവർത്തനമായി തീരുക. ഇപ്പോൾ അദ്ദേഹം പൂർണ്ണമായിട്ടും അദ്ദേഹത്തിൻ്റെ ഒരു മാധ്യമ പ്രവർത്തനം എന്നുള്ള ജീവിതം പൂർണ്ണമായിട്ട് അവസാനിപ്പിച്ചു. അന്നും കുറച്ചൊക്കെ ഈ മാധ്യമപ്രവർത്തകനും അതുപോലെ തന്നെ രാഷ്ട്രീയ പ്രവർത്തകനും ഒരുമിച്ച് പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തിയായിട്ടായിരുന്നു മാറിയത്. ഇപ്പോൾ സമ്പൂർണ്ണമായിട്ട് മാറി. അങ്ങനെ മാറി ഈ ഒരു ഘട്ടത്തിലെത്തുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ന്യായീകരണം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം അതാണ് എന്നുള്ളത് തന്നെയാണ്. പക്ഷെ നമ്മൾ ഈ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കും, അച്ഛനോട് ഇങ്ങനെയെല്ലാം പ്രവർത്തിച്ച ഒരു പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിൽ നാണമില്ലേ എന്ന് ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കും. പക്ഷേ രാഷ്ട്രീയം എന്ന് പറയുന്നത് അതല്ല എന്ന് നമുക്കറിയാം. രാഷ്ട്രീയം വളരെ വ്യത്യസ്തമാണ്. പക്ഷേ രാഷ്ട്രീയം വ്യത്യസ്തമാണെങ്കിലും ആ ചോദ്യം ഒരിക്കലും അവസാനിക്കില്ല. കാരണം മനുഷ്യനിപ്പോഴും ഈ ഒരു കുടുംബം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യൂണിറ്റാണ് കുടുംബം എന്ന് പറയുന്നത്. പഴയകാലത്ത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുടുംബമൊക്കെ പൂർണ്ണമായിട്ടും കുടുംബത്തിലുള്ള വളർത്തുമൃഗങ്ങൾ പോലും എന്ത് ചെയ്യണം, കമ്മ്യൂണിസ്റ്റ് ആവണം എന്ന് ആഗ്രഹിച്ചിരുന്ന ആളുകളാണ്. അങ്ങനെ ഉള്ള ഒരു അതിൻ്റെ ഒരു സ്ട്രക്ചർ അതായിരുന്നു. ആ സ്ട്രക്ചറിൽ നിന്ന് നമ്മൾ നോക്കുന്ന സമയത്ത് എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ ഇപ്പോൾ പാർട്ടി? അതിലേക്ക് മാറിക്കഴിഞ്ഞല്ലേ. ഇപ്പോൾ മാറി എന്ന് പറഞ്ഞാൽ ഇപ്പം നേതാക്കളുടെ ജോലി എന്താണ്? മക്കളെയൊക്കെ എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാഷ്ട്രീയത്തിൽ അടുപ്പിക്കാതിരിക്കുക, അവർക്ക് പണമുണ്ടാക്കുന്നതിനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുക, അവർ പണക്കാരായി മാറിക്കൊള്ളട്ടെ. അച്ഛൻ രാഷ്ട്രീയ പാർട്ടി നേതാവായി നിൽക്കുക. പാർട്ടിയിലേക്ക് ഒരിക്കലും ഈ അവരുടെ മക്കളെ കൊണ്ടുവരുന്ന ഒരു പരിപാടി എന്ന് പറയുന്നത് ആദ്യകാലം മുതലേ തന്നെ യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്ക് ഇല്ലായിരുന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷേ കുടുംബം മുഴുവൻ പാർട്ടിക്കാരായിരിക്കണം എന്നവർ ശഠിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അങ്ങനെ നേതാക്കന്മാരുടെ മക്കളെ നമുക്ക് ഈ രാഷ്ട്രീയ നേതാക്കളായിട്ട് കാര്യമായിട്ട് കാണാത്തത്. നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നായനാരുടെ മക്കളില്ല. അങ്ങനെ ഓരോരുത്തരും പരിശോധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിണറായിയുടെ മക്കളില്ല, EMSന്റെ ഒരാളുണ്ടായിരുന്നു. പക്ഷേ അതും അങ്ങനെ അത്ര കാര്യമായിട്ടുള്ള ഞങ്ങൾ അനുജൻ എന്നൊക്കെ വിശേഷിപ്പിച്ചിരുന്നതായിട്ടുള്ള നല്ല ഒരു മനുഷ്യനായിരുന്നു. പക്ഷേ അദ്ദേഹത്തിനും രാഷ്ട്രീയത്തിൽ അങ്ങനെ കാര്യമായിട്ടുള്ള സ്ഥാനങ്ങളിലേക്ക് ഉയർന്നു വരാനായിട്ട് കഴിഞ്ഞില്ല. അങ്ങനെ നമ്മൾ ആരെയും നോക്കുന്ന സമയത്ത് അവരുടെ ഒക്കെ മക്കളൊന്നും രാഷ്ട്രീയത്തിൽ വന്നിട്ടില്ല. രാഷ്ട്രീയത്തിൽ വരാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇവർ പതുക്കെ അത് വേണ്ട എന്ന് തീരുമാനിച്ചത് കൊണ്ടായിരിക്കാം എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ എൻ്റെയും ഒരു അനുഭവം എനിക്ക് തോന്നിയിട്ടുള്ളത് അങ്ങനെയാണ്. നമ്മൾ ഈ പാർട്ടിയുടെ ഔദ്യോഗിക സ്ഥാനങ്ങളിലൊക്കെ കയറാനായിട്ട് കാരണന്മാർ സമ്മതിക്കാറില്ലായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ കോൺഗ്രസ്സിൽ അങ്ങനെയല്ല. കോൺഗ്രസ്സിൽ അവർ മക്കളെ കൈപിടിച്ച് കയറ്റി മുഖ്യമന്ത്രിയായിരിക്കുന്ന ആൾ അദ്ദേഹത്തിൻ്റെ മകനെ മുഖ്യമന്ത്രിയാക്കുന്നതിന് വേണ്ടിയിട്ട് ആലോചിക്കുന്നു. ഇപ്പോൾ കേന്ദ്രത്തിലായി കഴിഞ്ഞാലും അങ്ങനെയാണ്. അങ്ങനത്തെ ഒരു രീതി അപ്പുറത്തുണ്ടായിരുന്നു. ഇവിടെ പക്ഷേ അങ്ങനെയില്ല. ഇവിടെ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു നിലപാടാണ് നികേഷ് കുമാറിൻ്റെ കാര്യത്തിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ മനുഷ്യൻ എന്ന നിലയ്ക്ക് നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, അച്ഛനോട് ഇത്ര ക്രൂരമായി പെരുമാറിയ പാർട്ടിയുടെ വക്താവായിട്ടും പ്രവർത്തകനായിട്ടും മാറാനായിട്ട് നിങ്ങൾക്ക് നാണമില്ലേ എന്നുള്ളത്. പക്ഷേ അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തകനായി മാറുകയും രാഷ്ട്രീയത്തെ ഹാൻഡിൽ ചെയ്യാൻ തീരുമാനിക്കുകയും ചെയ്യുന്ന സമയത്ത് അത് അദ്ദേഹത്തിന് പ്രസക്തമായ കാര്യമല്ല. അദ്ദേഹം ഒരു രാഷ്ട്രീയം തിരഞ്ഞെടുത്തിരിക്കുന്നു, അതിലേക്ക് അദ്ദേഹം പോകുന്നു. പക്ഷേ എന്നും എക്കാലത്തും അദ്ദേഹത്തോട് ഈ ചോദ്യം ഓരോരുത്തരും ചോദിച്ചുകൊണ്ടിരിക്കും. ആ ചോദ്യം അവസാനിക്കുന്നില്ല, ആ ചോദ്യത്തിന് ഉത്തരവുമില്ല. പക്ഷേ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇങ്ങനെയാണ് എന്ന് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കും. അത്ര